പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ന്യൂ മോഡൽ ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ എപ്സൺ L5290 എന്ന പ്രിന്ററിൽ എങ്ങനെ പ്രിന്റ് ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു വേർഡ് ഫയൽ ഓപ്പൺ ആക്കി. നോർമൽ കേസിൽ Ctrl+P അതാണ് പ്രിൻറ്റിങ്ങിനുള്ള ഷോർട്ട് കട്ടായി വരുന്നത്. കീബോർഡിൽ നിങ്ങൾക്ക് കൺട്രോൾ ആൻഡ് കൂടെ തന്നെ P എന്ന് പറഞ്ഞ പ്രിൻ്റ് ക്ലിക്ക് ചെയ്യുന്നതോട് കൂടി അതിൻ്റെ ഡയലോഗ് ബോക്സ് ഓപ്പണായി വരുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഓരോരോ സോഫ്റ്റ്വെയറിന് മുകളിൽ എവിടെയെങ്കിലും പ്രിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷന് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ വേർഡിലാണെങ്കിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും മുകളിലുള്ള കോർണറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതാണ്. ഇവിടെ താഴെ കാണുന്ന പ്രിൻ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ഫസ്റ്റ് കാണുന്ന പ്രിൻ്റ് എന്ന് കൊടുക്കുക. നിങ്ങൾക്ക് അവിടെ പ്രിൻ്റ് പ്രിവ്യൂ വേണമെങ്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇതേപോലെ പ്രിൻ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ പ്രിൻ്റ് ചെയ്യാനുള്ള ഡയലോഗ് ബോക്സ് ഓപ്പണായി വരുന്നുണ്ട്. നോർമൽ കേസിൽ നമുക്ക് എത്ര കോപ്പീസ് വേണം, നമ്പർ ഓഫ് കോപ്പീസ് സെൻറ്ററിൽ നിന്ന് കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ എന്ന് കൊടുക്കുന്നതോടുകൂടി പ്രിൻ്റ് ചെയ്ത് വരുന്നതാണ്. നോർമൽ സെറ്റിങ്സിലാണെന്നുണ്ടെങ്കിൽ അത് നോർമൽ സെറ്റിങ്സിലായിരിക്കും പ്രിൻ്റ് ചെയ്ത് വരിക. കണ്ടില്ല, അത് പ്രിൻറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇത് നോർമൽ സെറ്റിങ്സ് ആണ്, പ്രിൻ്ററിലുള്ള ഡിഫോൾട്ട് സെറ്റിങ്സ് കാര്യങ്ങളൊക്കെയാണ്. ഇനി സപ്പോസ് നിങ്ങൾ ഈ മോഡൽ പ്രിൻ്ററിൽ ഗ്ലോസി പേപ്പർ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളത് ചില സെറ്റിങ്സിൽ ചേഞ്ച് ചെയ്യാനുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ വീണ്ടും Ctrl+P അല്ലെങ്കിൽ ഇവിടെ ഓപ്ഷനിൽ പോയിട്ട് പ്രിൻ്റ് എന്നുള്ളത് കൊടുക്കുന്നു. അപ്പോൾ പ്രിൻ്റ് ചെയ്യാനുള്ള ഡയലോഗ് ബോക്സ് ഓപ്പണായി വരുന്നതാണ്. അവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാൻ, പ്രിൻ്ററിൻ്റെ പേരിൻ്റെ നേരെ റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കും പ്രോപ്പർട്ടീസ് ആണ് ഒരു ഓപ്ഷന്. അത് സെലക്ട് ചെയ്യണം. കണ്ടില്ലേ, ഇവിടെ പ്രോപ്പർട്ടീസ് അത് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ പ്രിൻ്ററിൻ്റെ ഫുൾ സെറ്റിങ്സുള്ള ഒരു ബോക്സ് ഓപ്പണായി വരുന്നതാണ്. കണ്ടില്ലേ, ഇവിടെയാണ് നമുക്ക് മെയിനായിട്ട് ചേഞ്ചസ് വരുത്താനുള്ളത്. ഇവിടെ ആദ്യം ചോദിക്കുന്നത് ഡോക്യുമെൻറ്റ് സൈസാണ്. നമ്മൾ ഏത് സൈസ് പേപ്പറാണ് അവിടെ വെച്ചിട്ടുള്ളത്, ഏത് സൈസിലാണ് പ്രിൻറ്റ് ചെയ്ത് വരേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. പിന്നെ ഓറിയൻറ്റേഷൻ പോർട്രേറ്റ് ആണോ ലാൻഡ്സ്കേപ്പ് ആണോ വേണ്ടത് എന്നുള്ളതാണ്. നെക്സ്റ്റ് ആണ് വരുന്നത് പേപ്പർ ടൈപ്പ്. നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് മെയിനായിട്ട് ചേഞ്ചസ് വരുന്നത്. ഇൻ കേസ് നിങ്ങൾ ഗ്ലോസി പേപ്പർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് അതിൽ എപ്സം പ്രീമിയം ഗ്ലോസി സെലക്ട് ചെയ്യണം. അല്ല സാധാ പേപ്പറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പ്ലെയിൻ പേപ്പർ സെലക്ട് ചെയ്യണം. കാരണം ഇവിടെ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്ക് പ്രിൻ്റ് ഔട്ടിൽ ക്ലാരിറ്റി മാറുന്നത്. അതായത് ഏത് ടൈപ്പ് പേപ്പറാണെന്നുള്ളത് പ്രിൻ്റർ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ഇങ്കാണ് പേപ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. പിന്നെ ക്വാളിറ്റി, 3 ക്വാളിറ്റിയാണുള്ളത്: ഡ്രാഫ്റ്റ്, സ്റ്റാൻഡേർഡ്, ഹൈ. നിങ്ങൾ സപ്പോസ് ഹൈ ക്വാളിറ്റി പിക്ചേഴ്സൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഡ്രാഫ്റ്റിലോ സ്റ്റാൻഡേർഡിൽ ചിലപ്പോൾ ക്ലിയർ ഇല്ലെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് അത് ഹൈ ആക്കി മാറ്റണം. ആ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വരുന്നത് കളർ. നിങ്ങൾക്ക് കളറിലാണോ ബ്ലാക്ക് ആൻഡ് വൈറ്റിലോ അല്ലെങ്കിൽ ഗ്രേ സ്കെയിലാണോ പ്രിൻറ്റ് വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. 2 സൈഡ് പ്രിൻറ്റിങ് ഇതിൽ നമ്മൾ മാനുവലായിട്ട് തന്നെ ചെയ്യേണ്ടത്, ഓട്ടോമാറ്റിക് ഇല്ല. അപ്പോൾ ഈ ചേഞ്ചസ് വേണ്ട ചേഞ്ചസ് നിങ്ങൾ മാറ്റം വരുത്തിയതിന് ശേഷം ഓക്കെ എന്നുള്ളത് കൊടുക്കുന്നു. പിന്നെ ഇവിടെ കണ്ടില്ല, നമ്പർ ഓഫ് കോപ്പീസ് എത്ര വേണമെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ഇവിടെ കൊടുക്കാവുന്നതാണ്. അതിന് ശേഷം ഓക്കെ എന്ന് കൊടുക്കുന്നതോടുകൂടി പ്രിൻറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ആ സെറ്റിങ്സിൽ നിങ്ങൾ പേപ്പർ ടൈപ്പും ക്വാളിറ്റിയും കറക്റ്റായിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോസ് എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.